വയനാട് കനത്ത മഴ തുടരുകയാണ്. തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് ഹൈസ്കൂൾ റോഡിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോയി. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സുർജിത്ത്, ഒട്ടുമിക്ക എല്ലാ ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. വയനാടും ബാക്കി സ്ഥലങ്ങളെ പോലെ തന്നെ കനത്ത മഴ തന്നെയല്ലേ ഈ മണിക്കൂറും? സുർജിത്ത്, ഇടവിട്ടാണ് കനത്ത മഴ പെയ്യുന്നത് ഹാഷ്മി. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇന്നലെ പകൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ചാറ്റൽ മഴ എന്നുള്ള തരത്തിലേക്ക് മഴ മാറിയിരുന്നു. പക്ഷേ പിന്നീട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ഇടവിട്ട് മഴ പല ഇടങ്ങളിലും കനത്ത രീതിയിൽ തന്നെ പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. കുഞ്ഞോത്ത്, തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്താണ് താൽക്കാലികമായി കെട്ടിയ മരപ്പാലം ഒലിച്ചുപോയത്. അവിടെ വെള്ളം കൂടിയതിനെ തുടർന്നാണ്, തോടാണ്, തോടിൻ്റെ പാലമാണ്, അത് ഒലിച്ചുപോയി. തൊട്ടടുത്ത് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ അടുത്ത ദിവസങ്ങളായി സംഭവിച്ചിട്ടുണ്ട്. 13 വീടുകൾ ഭാഗികമായി തകരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 60-ലേറെ മരങ്ങളാണ്, അതും പടുകൂറ്റൻ മരങ്ങളാണ്. ഈ ഫയർഫോഴ്സ് അറ്റൻഡ് ചെയ്ത അത്തരത്തിലുള്ള കണക്ക് പ്രകാരം 60ഓളം മരങ്ങൾ ഇവിടെ കടപുഴകി വീഴുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വലിയ നാശനഷ്ടം ഉണ്ടായത് മാനന്തവാടിയിലാണ്. കൃഷി അടക്കം, പ്രത്യേകിച്ച് വാഴ കർഷകരടക്കം, കുലവെട്ടാൻ പാകമായ വാഴകളടക്കം നശിച്ച അനുഭവമുണ്ട്. അതോടൊപ്പം തന്നെ നെൽകൃഷിയും വെള്ളത്തിലായിട്ടുണ്ട്. പലയിടങ്ങളിലും കൊയ്തിട്ട അത് നെല്ല് ഏറ്റെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയ അനുഭവവും വയനാടിനെ സംബന്ധിച്ച് ഉണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. അതിൽ 708 പേരെയാണ് ഇപ്പോൾ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇടവിട്ടാണ് മഴ പെയ്യുന്നത് ആശ്വാസകരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. മറ്റിടങ്ങളിൽ മഴ പെയ്യുന്നു. പ്രത്യേകിച്ച് വലിയ മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഹാഷ്മി. ഓക്കെ, സുജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്.